ഞാൻ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വീഡിയോ ചെയ്തത്. ഷഹസാദി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ളൊരു വീഡിയോ. ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾ ആ വീഡിയോ കണ്ടു. UAE വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷഹസാദി എന്ന് പറയുന്ന പെൺകുട്ടിയെ അവസാനം തൂക്കിലേറ്റി വധശിക്ഷ നടപ്പിലാക്കി. പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടകരമായ ഒരു കാര്യം എന്തെന്നാൽ ആ പെൺകുട്ടിയുടെ വധശിക്ഷ നടപ്പിലാക്കിയത് ഇന്ത്യൻ എംബസിയും അതോടൊപ്പം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും എല്ലാം അറിയുന്നത് വധശിക്ഷ നടപ്പിലാക്കി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതലും സങ്കടപ്പെടുത്തിയത്. അതായത് ആരും അറിയാതെ ആ പെൺകുട്ടിയെ അവിടെയുള്ള ഭരണകൂടം തൂക്കിലേറ്റി എന്നുള്ളതാണ്. ഏതായാലും ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ സംഭവം എന്താണ് എന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് വിശദീകരിച്ച് പോകാം. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിരുന്നു UP സ്വദേശിയായ ഷഹസാദി. ഷഹസാദിയുടെ ദേഹമാസകലമൊക്കെ പൊള്ളലേറ്റിരുന്നു. ഏതാണ്ട് ദേഹത്തെ 80% പൊള്ളൽ ആ ദേഹത്തുണ്ടായിരുന്നു. ആ പൊള്ളൽ മാറാനും അതോടൊപ്പം വീട്ടിലെ കടങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ തീർക്കാനും വേണ്ടി ആ പെൺകുട്ടി വിദേശത്തെവിടെയെങ്കിലും ജോലിക്കായി പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷഹസാദി സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചെറുപ്പക്കാരനുമായി പരിചയപ്പെടുകയും അങ്ങ് UAE ഒരു ജോലി ശരിപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷഹസാദിയെ അവിടെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. അവിടെ UAE ഇന്ത്യൻ സിറ്റിസനായിട്ടുള്ള ഒരു കുടുംബത്തിൽ അവിടെയുള്ള ഒരു കുഞ്ഞിനെ നോക്കുക എന്നുള്ളതായിരുന്നു ഷഹസാദിയുടെ ജോലി. ഒരു ദിവസം ആ കുഞ്ഞിന് വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് ആ കുട്ടി മരണപ്പെടുകയാണ്. വെറും 4.5 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞായിരുന്നു അത്. പക്ഷേ ആ വീട്ടുകാർ ഷഹസാദിയുടെ പേരിൽ കുറ്റമാരോപിക്കുകയാണ്. ഷഹസാദിയാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ള ആ ഒരു ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് ഷഹസാദിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഭാഷ അറിയാത്ത ആ ഒരു പാവം പെൺകുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും വ്യക്തമല്ല. അങ്ങനെ അവസാനം ആ പെൺകുട്ടിക്ക് വധശിക്ഷ വിധിക്കുകയും ആ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്ത സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത്. നിമിഷപ്രിയയുടെ ക്രെഡിറ്റ് മുഴുവനും വാങ്ങിക്കാൻ വേണ്ടി തമ്മിൽ തല്ലുന്നവർ എന്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ, ഈ ഒരു പാവം പെൺകുട്ടിയുടെ കേസിൽ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് മുന്നിട്ടിറങ്ങിയില്ല എന്നുള്ളതായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പ്രധാനമായും ഉന്നയിച്ചൊരു ചോദ്യമെന്ന് പറയുന്നത്. ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു. അതിൽ ഒട്ടുമിക്ക കമൻറ്റുകളും, ഭൂരിഭാഗം കമൻറ്റുകളും നല്ല കമൻറ്റുകളായിരുന്നു. ആ പെൺകുട്ടിക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ. അതോടൊപ്പം വളരെയധികം സങ്കടം തോന്നിക്കുന്ന ഒരുപാട് കമൻറ്റുകളും എനിക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ആ വീഡിയോയ്ക്ക് താഴെ വേറെ കുറച്ചിലെ ആളുകൾ വളരെയധികം മോശമായി കൊണ്ട് കുറേ കമൻറ്റുകളൊക്കെ അതിനകത്ത് ചെയ്തിരുന്നു. നിമിഷപ്രിയയുടെ കേസ് പറയുമ്പോൾ എന്തിനാണ് അങ്ങ് UPയിലുള്ള പെൺകുട്ടിയുടെ കാര്യം പറയുന്നത്? അത് മലയാളിയല്ലല്ലോ, മലയാളിയാണെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മലയാളികളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ആ പെൺകുട്ടി മലയാളിയായിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുമായിരുന്നു എന്നുള്ള ആ ഒരു ചോദ്യങ്ങൾ ചോദിച്ച കുറേ ആളുകൾ. ആ ആളുകൾക്ക് ഞാനൊരു വീഡിയോ കാണിക്കാം. UAE പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ തലശ്ശേരി വടക്കുംപാട് അറങ്ങനോട്ട് മുഹമ്മദ് റിനാഷിന്റെയും മറ്റൊരു മലയാളിയായ മുരളീധരൻ PVയുടെയും വധശിക്ഷ കഴിഞ്ഞ മാസം 28-ന് UAE നടപ്പാക്കിയെന്നാണ് UAE കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത്. വിവരം ഇവരുടെ കുടുംബത്തെ അറിയിച്ചെന്നും സംസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. വീട്ടു സാധനങ്ങൾ കൊണ്ടു നൽകുന്നതിനിടെ റിനാഷും അറബ് പൗരനും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അറബ് പൗരൻ കത്തിക്കൊണ്ട് റിനാഷിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിടിവലിക്കിടെ കുത്തേറ്റ് അറബി പൗരൻ മരിക്കുകയും ചെയ്തു. ഇതാണ് കേസിനിടയായ സംഭവം. തുടർന്ന് റിനാഷിനെ UAE കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. പിന്നീട് UAEയിലെ പരമോന്നത കോടതിയും വധശിക്ഷ ശരിവച്ചിരുന്നു. ദുബായിലെ അൽ ഐനിൽ ട്രാവൽ ഏജൻസിയിൽ 2021-ലാണ് റിനാഷ് ജോലിയിൽ പ്രവേശിച്ചത്. മുഹമ്മദ് റിനാഷ് മാനസിക വിഭ്രാന്തിയുള്ള പൗരനിൽ നിന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കവെയാണ് സംഭവം നടന്നതെന്നും മുൻപൊരു കുറ്റകൃത്യത്തിലും പങ്കാളിയായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി മാതാവ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നു. ഇന്ത്യൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് മുരളീധരൻ PVയുടെ ശിക്ഷ. കണ്ടില്ല ആ വീഡിയോ? ഇവിടെ നോക്കൂ, 2 മലയാളികളാണ്, ഒന്നല്ല 2 മലയാളികൾ. ആ 2 മലയാളികളുടെ വധശിക്ഷ UAE നടപ്പിലാക്കിയെന്നുള്ളതാണ്. നോക്കൂ, മുരളീധരൻ അതോടൊപ്പം മുഹമ്മദ് റിനാഷ് എന്ന് പറയുന്ന ഈ 2 മലയാളികളുടെയും വധശിക്ഷ നടപ്പിലാക്കിയത് വർഷങ്ങൾക്ക് മുമ്പല്ല, 4 മാസങ്ങൾക്ക് മുമ്പുള്ളൊരു വാർത്തയാണിത്. എന്തുകൊണ്ട് ഈ 2 മലയാളികളുടെ കാര്യത്തിൽ ഷഹസാദിയെ വിടാം? ഒരുപക്ഷെ ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തവർ പറയുന്നത് പോലെ ഷഹസാദി അങ്ങ് UP സ്വദേശിയായിരുന്നു, മലയാളിയല്ലല്ലോ. മലയാളിയായിരുന്നുവെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് രക്ഷപ്പെടുത്താമായിരുന്നു, എങ്ങനെ നമുക്ക് പറഞ്ഞു വയ്ക്കാം. പക്ഷേ ഇവിടെ നോക്കിവിടെ 2 മലയാളികളാണ്. നിമിഷപ്രിയയെ സഹായിക്കാൻ ഇറങ്ങിയതുപോലെ എന്തുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ആരും മുന്നിട്ടിറങ്ങിയില്ല? നോക്കിവിടെ മാനസിക രോഗമുള്ള ആ UAE സ്വദേശിയായിട്ടുള്ള ആ വ്യക്തി മുഹമ്മദ് റിനാഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ UAE സ്വദേശി മരണപ്പെടുന്നത്. അത് മനഃപൂർവ്വമായി കൊലപ്പെടുത്തിയ ഒരു കേസല്ല. സ്വാഭാവികമാണ്, നമുക്കും ഒരുപക്ഷെ നാളെ ഭാവിയിൽ ഉണ്ടായിക്കൂടണമെന്നില്ല. നമ്മുടെ ജീവനാണല്ലോ നമുക്ക് വലുത്. അത്തരത്തിൽ നമ്മളെ ആരെങ്കിലും ഇങ്ങനെ കൊലപ്പെടുത്താൻ വരുന്ന സമയത്ത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രതിരോധിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലാൻ വരുന്ന വ്യക്തി മരണപ്പെട്ടേക്കാം.
അത്തരത്തിലാണ് ഈ റിനാഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്താൻ വന്ന UAE സ്വദേശിയും മരണപ്പെട്ടത്. പക്ഷേ ആ ചെറുപ്പക്കാരനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ആ വധശിക്ഷ UAE നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഷെഹസാദിയെ തൂക്കിലേറ്റിയ, ഷെഹസാദിക്ക് വധശിക്ഷ നടപ്പിലാക്കിയ അതേ രാജ്യമായ UAE തന്നെയാണ് ഇവിടെ 2 മലയാളികളെയും തൂക്കിലേറ്റിയത്. നോക്കിയൊരു വാർത്ത പുറത്തു വരുന്നത് അബ്ദുറഹീമിൻ്റെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ്. അബ്ദുറഹീമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കുടുംബവുമായി സംസാരിക്കുകയും ആ കുടുംബം ആവശ്യപ്പെട്ട ദിയാ പണം കേരളത്തിലെ എല്ലാ നാനാജാതി മതസ്ഥരും ചേർന്നുകൊണ്ട് സ്വരൂപിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പണം സ്വരൂപിച്ച് ആ കുടുംബത്തിന് നൽകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കുകയും ഇനി ഏതാനും 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം മാത്രമേ ഉള്ളൂ. ആ ഒരു ശിക്ഷ കൂടി കഴിഞ്ഞതോടുകൂടി അബ്ദുറഹീം ജയിൽ മോചിതനാകും. നിമിഷപ്രിയയുടെ കേസാകട്ടെ ആ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെങ്ങനെയെങ്കിലും റദ്ദു ചെയ്യാൻ വേണ്ടി എങ്ങനെയെങ്കിലും ആ കുടുംബവുമായി സംസാരിച്ചുകൊണ്ട് ദിയാ പണം കൊടുത്തുകൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിമിഷപ്രിയയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ആ യമൻ പൗരനായ തലാലിനെ കൊലപ്പെടുത്തിയത് കഷ്ണങ്ങളാക്കിയിട്ടായിരുന്നു. എന്നിട്ട് ആരും അറിയാതെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയുമൊക്കെ ചെയ്യുന്നു. എന്നാൽ ഇവിടെ മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കൊലപാതകങ്ങൾ വളരെയധികം മൃഗീയമായിട്ടല്ല. പക്ഷേ നിമിഷപ്രിയയുടെ കേസിൽ അങ്ങനെയല്ല. എന്നിട്ടും നമ്മൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയാണ്. ഇവരും മലയാളികളല്ലേ, എന്തുകൊണ്ട് ഇവർക്ക് വേണ്ടി ആരും ഇറങ്ങുന്നില്ല? നോക്കിവിടെ മലയാളിയെന്നോ മലയാളി അല്ലാത്ത വ്യക്തിയെന്നോ അങ്ങനൊരു വിഷയമല്ല ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ പ്രധാനമായി ഉണ്ടാകുന്നത് മീഡിയ ഫോക്കസാണ്. മീഡിയയുടെ പബ്ലിസിറ്റി അവിടെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത്തരം വിഷയങ്ങളിൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു വധശിക്ഷകളും ഈ പറയപ്പെട്ട ഈ മലയാളികളായ 2 സഹോദരങ്ങളുടെയും വധശിക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമുണ്ടാക്കി ആ കുടുംബവുമായി സംസാരിച്ച് ദിയാ പണം കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളുമായി ആളുകൾ രംഗത്ത് വരുമായിരുന്നു. ഈ 2 മലയാളികളുടെ കാര്യത്തിലും മീഡിയ അത്ര വലിയ പബ്ലിസിറ്റി കൊടുത്തിരുന്നില്ല. അതിനാൽ തന്നെയാണ് ആ 2 മലയാളികളുടെ കാര്യവും ആരും ശ്രദ്ധിക്കാതെ പോയത്. ഇതുപോലെ എത്ര ഇന്ത്യക്കാർ, അതിൽ മലയാളികളടക്കം എത്രയോ പേർ പല രാജ്യങ്ങളിൽ പല ജയിലുകളിലും കഴിയുന്നു. മുഹമ്മദ് റിനാഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഉമ്മ, ആ ഉമ്മയുടെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നുകയാണ്. ആ ഉമ്മ മുഖ്യമന്ത്രി അടക്കം പലരെയും കണ്ടുവെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ യാതൊരുവിധ ബലവും ഉണ്ടായില്ല. അവിടെ മീഡിയ പബ്ലിസിറ്റി കൊടുത്തില്ല എന്നുള്ളത് മാത്രമാണ്. അത്തരത്തിൽ മാധ്യമങ്ങൾ ഇടപെടുമ്പോഴാണ് ഈ ഒരു വാർത്ത പുറംലോകം അറിയുന്നത്. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ ആ ഒരു വാർത്ത ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ കേസിലും അതോടൊപ്പം അബ്ദുറഹീമിൻ്റെ കേസിലും മാധ്യമങ്ങൾ എത്രത്തോളം പബ്ലിസിറ്റി കൊടുത്തോ, ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തോ, ആ പ്രാധാന്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലിൽ കഴിയുന്ന മലയാളികളടക്കമുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. ആ വീഡിയോയ്ക്ക് താഴെ കുറേ ആളുകൾ കാന്തപുരം ഉസ്താദിനെയും വളരെയധികം മോശമാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിമിഷപ്രിയയുടെ കേസിൽ ഇടപെട്ട കാന്തപുരം ഉസ്താദ് ഷെഹസാദിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള കുറേ ചോദ്യങ്ങൾ. നമുക്ക് ചാണ്ടി ഉമ്മൻ ഈ ഒരു വിഷയത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉസ്താദിൻ്റെ ആ ഒരു ഇടപെടൽ ഈ ഒരു കേസിലുണ്ടാകുന്നത്. അങ്ങനെയാണ് നിമിഷപ്രിയയുടെ കേസിലേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു വരുന്നത്. ലോകരാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന ആളുകളെ രക്ഷിക്കുക എന്നുള്ളതല്ല കാന്തപുരം ഉസ്താദിൻ്റെ ജോലി എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ചുമതലയല്ല. അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹം അത് കൃത്യമായി നിർവഹിച്ചു പോകുന്നുണ്ട് വർഷങ്ങളായി. ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലുള്ള പാവപ്പെട്ട യതീമായ മക്കൾക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും കൊടുത്തുകൊണ്ട് അവരെ ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കാന്തപുരം ഉസ്താദിൻ്റെ ദൗത്യമെന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും ഉസ്താദിനടുക്കൽ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് അതിൽ ഇടപെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഒരു വിഷയത്തിൽ ഉസ്താദിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉസ്താദ് പരിശ്രമിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ നിമിഷപ്രിയയുടെ കേസിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉസ്താദിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അതിനുശേഷമുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായി അതിനു മുമ്പേ തന്നെ ആ സഹോദരങ്ങളെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി, രക്ഷപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ കുറച്ചുകൂടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും ഗവർണറുമൊക്കെ നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടുന്നത് പോലെ ആ ഒരു തരത്തിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയും ഇടപെടൽ ഉണ്ടാകണമെന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്.